അങ്ങനെ ഈ മഞ്ഞ് മൂടിയ വഴികളിലൂടെ നമ്മൾ പോകുന്നത് കൂർഗിലോട്ടാണ്. കൂർഗിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടുത്തെ സ്റ്റേ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മിഡ്ലാൻഡിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. നമുക്ക് എയർബിഎൻബിയിലൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്റേഴ്സ് ഈ കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോട്ടേജസ് എത്തും. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ളത്. ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോട്ടേജസ്. ഇവിടുത്തെ മെയിൻ കൃഷി കോഫിയാണ്. ഇത് മൊത്തത്തിൽ ഒരു 90 ഏക്കേഴ്സ് പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ 1 ബെഡ്റൂം നോൺ AC റൂംസ്. ശരിക്കും പറഞ്ഞാൽ കൂർഗിലെ തണുപ്പിന് AC ഒന്നും ആവശ്യമില്ല. വൈഫൈയും ചൂടുവെള്ളവും അവൈലബിൾ ആയിരിക്കും. കൂർഗിൽ നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഡയറക്റ്റ് വരെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് തന്നെ ഇത് കിട്ടും. ഇത് ഇവിടുത്തെ ഏറ്റവും ബഡ്ജറ്റഡ് റൂംസാണ്. ഈ റൂമിന് വരുന്നത് 2000+ ടാക്സ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, പക്ഷേ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഓർഡർ ചെയ്യാൻ കിട്ടും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എഡീഷണൽ ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ഇവിടുത്തെ 2 ബെഡ്റൂം വില്ലയാണ്. ഒരു സിറ്റ് ഔട്ടൊക്കെ വരുന്നുണ്ട്. ഒരു 4-5 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണിത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്, പിന്നെ ഒരു ബാത്റൂമും ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു. ഈവനിങ് ആയപ്പോൾ എസ്റ്റേറ്റിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണാമെന്ന് വെച്ചൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് പുതിയ വില്ലാസിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടുത്തെ തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ചുകൊണ്ട് കിളികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് പോകാൻ തന്നെ നല്ലൊരു ഫീലാണ്. ഈ പ്രോപ്പർട്ടീൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു വാട്ടർഫോൾസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വാട്ടർഫോൾസാണ്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇതാണ് ഇവിടെ പുതിയ വന്ന വില്ലാസ്, 2 BHK AC വില്ലാസ്. കയറി ചെന്നപാട് നമുക്കൊരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. അവിടെ തന്നെ ഒരു TVയും വരുന്നുണ്ട്, പിന്നെ വൈഫൈ ഫെസിലിറ്റീസും ഉള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഉള്ളോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വാഷ് ഏരിയ ഉണ്ട്. വാഷ് ഏരിയൻ്റെ ചേർന്നുകൊണ്ട് ഒരു കിച്ചണും വരുന്നുണ്ട്. കിച്ചണിൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, അതായത് ഫ്രിഡ്ജ്, കെറ്റിൽ, പിന്നെ കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം കുറച്ച് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ലിവിങ് റൂമിലൂടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. എല്ലാ റൂമിലും ഇതുപോലെ സെപ്പറേറ്റ് വഴിയുണ്ട് പുറത്തോട്ടേക്ക്. പിന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയയും പിന്നെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റാണ്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. 2 ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ വില്ലാസിൻ്റെയൊക്കെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് മറ്റൊരു 2 BHK വില്ലയാണ്. ഇപ്പോൾ കാണിച്ച വില്ല പോലെ തന്നെയുള്ള ഒരു 2 BHK വില്ല. അപ്പോൾ അത് കാണിക്കുമ്പോൾ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 to 12 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ 2 വില്ലാസും കൂടി എടുത്താൽ മതി. ഗ്രൂപ്പായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. ഈ ഒരു 2 BHK വില്ലക്ക് ആകെ വരുന്നത് 6000 റുപ്പീസാണ്. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് 10% അഡീഷണൽ ഡിസ്കൗണ്ടും വരും.
പിന്നെ ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരിക്കില്ല. അത് നമുക്ക് നല്ല അടിപൊളി ഫുഡ് ഇവിടെ തന്നെ ഓർഡർ ചെയ്യാൻ കിട്ടും. പിന്നെ ഒരു കിച്ചണും ഉണ്ടല്ലോ. ഇത് 4 ആൾക്കാർക്കുള്ള പ്രൈസാണ്. പിന്നെ എക്സ്ട്രാ ആൾക്കാരുണ്ടെങ്കിൽ എഡീഷണൽ ചാർജ് ഉണ്ടാവും, എഡീഷണൽ ബെഡും ഉണ്ടാവും. പിന്നെ ഈ റേറ്റ് എക്സ്ക്ലൂഡിങ് ടാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ അവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോടോട്ട് പോവാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എസ്റ്റേറ്റിനുള്ള സ്റ്റേ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.